ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഈ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. വചനം ഇപ്രകാരമാണ്: ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. വാസ്തവത്തിൽ ഈ തിരുവചന ഭാഗം തൻ്റെ വേർപാടിന് മുൻപ് യേശു തൻ്റെ ശിഷ്യ സമൂഹത്തോട് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ പോവുകയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളെയും വന്ന് കൂട്ടിക്കൊണ്ടു പോകാം. ഞാൻ ആദ്യം പോകാം, പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാം, അതിനുശേഷം നമുക്ക് ഒന്നിച്ചാകാം. വാസ്തവത്തിൽ ഇതാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ അർത്ഥം തൻ്റെ ശിഷ്യർക്ക് മനസ്സിലായില്ല. കാരണം അവർ എല്ലാം ഉപേക്ഷിച്ച് അവരുടെ വീടും പ്രിയപ്പെട്ടവരും വഞ്ചിയും വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് അവർ യേശുവിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. മാത്രമല്ല, അവർക്ക് ഗുരുവിനെ ഏറെ ഇഷ്ടമായി. ഗുരുവിൻ്റെ കൂടെയുള്ള സാന്നിധ്യവും ഗുരുവിൻ്റെ കൂടെയുള്ള അവരുടെ ജീവിതവും ഗുരുവിൽ നിന്ന് കണ്ടുപഠിച്ച കാര്യങ്ങളും എല്ലാം അവരുടെ മനസ്സിൽ നല്ല ഓർമ്മകളായി നിലനിൽക്കുകയാണ്. മാത്രവുമല്ല, ഈ വേർപാടിനെക്കുറിച്ച് ഇത്ര ക്ലിയറായിട്ട് പറഞ്ഞപ്പം അവർക്കത് അങ്ങ് സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല. മറ്റൊരു ചിന്ത കൂടെ അവരുടെ ഉള്ളിൽ തിങ്ങിമറിഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചില്ലല്ലോ, അതല്ലെങ്കിൽ ഞങ്ങൾ ഒരിടത്ത് ഒന്ന് സെറ്റായില്ലല്ലോ. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് വന്നതാണ്. രാജ്യം സ്ഥാപിക്കുമെന്നൊക്കെ ഗുരു പറഞ്ഞു കേട്ടു, പക്ഷേ ആ രാജ്യത്തിലേക്കൊന്ന് പ്രവേശിക്കാൻ സാധിച്ചില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുഃഖങ്ങൾ അവരുടെ ഉള്ളിലിങ്ങനെ യേശു ഈ കാര്യം പറഞ്ഞപ്പോൾ തിങ്ങി മറിഞ്ഞ് വലിയൊരു അലകടൽ പോലെ ആയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ അവരുടെ ഉള്ളിൽ പൊങ്ങി മറഞ്ഞാലും ഗുരുവിനെ അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഗുരു തങ്ങളിൽ നിന്ന് അകന്നുപോയി കഴിയുമ്പോൾ തങ്ങൾക്കുണ്ടാകാവുന്ന ആ ഒരു നഷ്ടബോധം, അതല്ലെങ്കിൽ ഗുരു ഞങ്ങൾക്ക് അന്യമായി കഴിഞ്ഞാൽ ആ ഒരു ഏകാന്തത തങ്ങൾക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറത്താണ് എന്ന് അവർ മനസ്സിൽ വിചാരിക്കുകയാണ്. ഗുരുവിൻ്റെ സാന്നിധ്യം അത്രയേറെ അവരെ അനുഗ്രഹിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ഇത് ശിഷ്യരുടെ ഒരു ചിന്ത മാത്രമല്ല, ഈ കാലയളവിൽ ജീവിക്കുന്ന നമ്മുടെയൊക്കെയും ചിന്തയും ധാരണകളും ഒക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. നമ്മൾ ഒരാളുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ആ സാന്നിധ്യത്തിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, അവരുടെ സാന്നിധ്യം നമുക്ക് നഷ്ടമായി കഴിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ, അതല്ലെങ്കിൽ ഒരു ദുഃഖമുണ്ടല്ലോ, അത് നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറത്തായിരിക്കും. കഴിഞ്ഞ നാളുകളിൽ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയുടെ ഭർത്താവിൻ്റെ വേർപാടിനെ തുടർന്ന് ആ സഹോദരിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളിൽ ഏറെ അടുത്ത് നിന്ന് സഹായിച്ച ഒരു സിസ്റ്ററാണ് ഞാൻ. ആ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ സഹോദരിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 19 വയസ്സ് മുതൽ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഒരു സഹോദരിയാണ് ഈ മോള്. 19 വയസ്സ് മുതൽ പ്രാർത്ഥിച്ചൊരുങ്ങി 27-ാമത്തെ വയസ്സിൽ ഒരു നല്ല ജീവിത പങ്കാളിയെ അവൾക്ക് സമ്മാനമായിട്ട് ദൈവം കൊടുത്തു. നല്ല ജോലിയുണ്ട്, സാമാന്യം ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടുകളുണ്ട്, നല്ല സ്വഭാവമാണ്, വഴക്കില്ല, ബഹളങ്ങളില്ല. അങ്ങനെ ശാന്തമായ ഒരു നല്ല സന്തോഷപ്രദമായ കുടുംബജീവിതം നയിച്ചു വരികയാണ്. 2 വർഷമേ അവരൊരുമിച്ച് ജീവിച്ചുള്ളൂ. ആദ്യ വർഷത്തിൻ്റെ ഒരു പാതി ആയപ്പോഴേക്കും അവരുടെ ജീവിതത്തിലേക്ക് 3ാമത് ഒരാളും കൂടെ കടന്നു വന്നു. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ കുഞ്ഞിനെ ജന്മം കൊടുത്ത് ഈ കുഞ്ഞിന് 4 മാസം പ്രായമുള്ളപ്പോൾ ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയായ സമയമാണ്. ഈ സഹോദരി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിക്കൊണ്ട് വരണം, പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഫോൺ കേട്ടുകൊണ്ട് സൈഡിലേക്ക് ബൈക്ക് നിർത്തിയിട്ട് ബൈക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫോണ് അറ്റൻഡ് ചെയ്യുകയാണ്. പച്ചക്കറി എന്നൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കവേ തൊട്ടു പുറകിൽ നിന്ന് നിയന്ത്രണം വിട്ട് വന്ന ഒരു കാറ്
ഈ ബൈക്കിലിരുന്ന ഈ മകനെ ഇടിച്ച് തെറിപ്പിച്ചു. ആ സ്ഥലത്ത് വെച്ച് ഇദ്ദേഹം മരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഫോണിൽ കൂടെയുള്ള സംസാരം നിലച്ചപ്പോൾ ഇവൾക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഈ സഹോദരി ഇവളുടെ ആങ്ങളെ വിളിച്ച് കാര്യം പറഞ്ഞു. അവരന്വേഷിച്ച് ചെന്നപ്പോൾ കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആയിരിക്കുന്നു, മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആൾ. അതേ തുടർന്ന് ഈ കുഞ്ഞ് മാസം മാത്രം പ്രായമുള്ള ഈ മകനെയും കൊണ്ട് ഈ മകള് ജീവിക്കുകയാണ്. ഒരു 4-5 മാസക്കാലത്തോളം ഈ സഹോദരി ഉറങ്ങിയിട്ടേയില്ല. കാരണം ജീവന് തുല്യം താൻ സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്ത തൻ്റെ ഭർത്താവിൻ്റെ വേർപാട് സ്വീകരിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു. ആ സഹോദരി പറയാണ്, സിസ്റ്ററെ, എനിക്ക് ഏകാന്തത സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടബോധം കൊണ്ട് എൻ്റെ മനസ്സിങ്ങനെ തേങ്ങുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നില്ല, എനിക്ക് കുഞ്ഞിനെ വേണ്ടവണ്ണം നോക്കാൻ സാധിക്കുന്നില്ല. ഒരു ചെറിയ ജോലി ഇവൾക്കുണ്ട്, ആ ജോലിക്ക് പോകണമെന്ന് യാതൊരുവിധ താല്പര്യവുമില്ല. അത്രയും ഒരു ഏകാന്തതയും ഭീതിയും ഉത്കണ്ഠയും ആകുലതയുമെല്ലാം ഈ സഹോദരിയിൽ കടന്ന് കൂടിയിരിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ നഷ്ടബോധം അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ എന്നതൊഴിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുമുണ്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ ഭാരങ്ങൾ. അതുകൊണ്ട് ആ ഒരു ഭാരത്തിൽ നിന്നുകൊണ്ട് ഈ ശിശു സമൂഹത്തിനുണ്ടായ ഈ മാനസിക ഭാരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തങ്ങളുടെ ഗുരു തങ്ങളെ വിട്ടു പോകുന്നുവല്ലോ, ആ ഭാരം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ തൻ്റെ ശിഷ്യരുടെ പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ, ഞങ്ങൾ എങ്ങും ഒന്നും എത്തിയില്ലല്ലോ, ഞങ്ങളെ എങ്ങും ഗുരു എത്തിച്ചില്ലല്ലോ, എല്ലാം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഗുരുവിൻ്റെ പിന്നാലെ വന്നിട്ട് ഞങ്ങളെ എങ്ങും എത്തിച്ചില്ലല്ലോ എന്നുള്ള ഒരു മാനസിക സംഘർഷം. ആ ഒരു മാനസിക സംഘർഷവും ശിഷ്യരുടേതെന്നതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടേതുമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു, 2 പെൺമക്കളാണ് ഉള്ളത്. പറയാണ്, മക്കളെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, ഇതുവരെ ഒന്നും ആയിട്ടില്ല, പ്രത്യേകം പ്രാർത്ഥിക്കണമേ. 2 പെൺമക്കളേ ഉള്ളൂ, ജോലിയിലേക്ക് പ്രവേശിച്ചില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു പിതാവിൻ്റെ ഉത്കണ്ഠ എന്ന് പറയുന്നത് തൻ്റെ മക്കളെ എങ്ങും ഒന്ന് സെറ്റ് ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു മാതാവോ ഒരു പിതാവോ ആണെങ്കിൽ മക്കളെക്കുറിച്ചുള്ള ആശങ്കകളായി, ഉത്കണ്ഠകളായി. ഒരു യുവാവോ യുവതിയോ ആണെങ്കിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച്, എനിക്കൊരു വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഒരു ജോലി വേണം, ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി ചെയ്യണം. അതൊക്കെ ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹങ്ങളാണ്, ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നങ്ങളാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ശിഷ്യന്മാരുടെയും മനസ്സിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞങ്ങളെ എങ്ങും എത്തിക്കാതെയാണോ ഗുരു പോകുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ഭൂമിയിലൊന്നും കരുതി വയ്ക്കാനും പ്രത്യേകിച്ച് നേടിയെടുക്കാനും ഒന്നുമില്ല. ഹെബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഹെബ്രായ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ശ്രദ്ധേയമാണ്. വചനം ഇപ്രകാരമാണ്, എന്തെന്നാൽ ഇവിടെ നിലനിൽക്കുന്ന ഭവനമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. വരാനുള്ളതിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ഒന്നുമില്ല. ഇത് ശിഷ്യന്മാരോട് ഈശോ വളരെ കൃത്യമായി പറഞ്ഞതാണ്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ അവൻ്റെ കുരിശെടുത്തുകൊണ്ട് വേണം എൻ്റെ കൂടെ വരാൻ. ഇതൊക്കെ പറഞ്ഞിരുന്നാലും അവർക്ക് ആ സമയത്ത് ഇതൊന്നും ഗ്രഹിക്കാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ സത്യമെന്ന് പറയുന്നത് ഗുരുവായിരിക്കണം. ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഗുരുവായിരിക്കണം, യേശുവായിരിക്കണം. അവൻ പോകേണ്ട പാതകൾ യേശുവായിരിക്കണം. അവൻ അങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ് ഗുരു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു വെച്ചത്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. വഴിയായിരിക്കണം, സത്യമായിരിക്കണം, ജീവനായിരിക്കണം. ഈ ഗുരുവിൻ്റെ പിന്നാലെ ചെല്ലുന്നവർ ഈ ഗുരുവിൻ്റെ അതേ പാതയാണ് പിന്തുടരേണ്ടത് എന്ന് നമ്മൾ കാണുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനകത്ത് വായിച്ചപ്പോൾ ഒരു ചെറിയ ഒരു കഥ വായിച്ചത് ഇപ്രകാരമാണ്. ഒരു മകൻ തൻ്റെ അമ്മയോട് പറയുകയാണ്, അമ്മേ, എനിക്ക് ജ്ഞാനിയാകണം, അമ്മേ, എനിക്ക് അറിവ് സമ്പാദിക്കണം, അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ട് പോവുകയാണ്. അപ്പം അമ്മ ഈ മകനോട് ചോദിച്ചു,
നിൻ്റെ തീരുമാനം ശരിയാണോ? അവൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനിയാകണം, എനിക്ക് അറിവ് സമ്പാദിക്കണം. അവിടെ അമ്മ എന്നാ ചെയ്തു? പിതൃസ്വത്തിൻ്റെ ഓഹരി ഇവന് കൊടുത്തു വിടണം. പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി മകൻ റെഡിയാകുകയാണ്. അങ്ങനെ പിതൃസ്വത്തിൻ്റെ വീതം എന്നവണ്ണം അമ്മ 40 വെള്ളി നാണയങ്ങൾ ഈ മകന് കൊടുക്കാൻ മനസ്സായി. അങ്ങനെ അവൻ്റെ കുപ്പായത്തിൽ ഈ 40 വെള്ളി നാണയങ്ങൾ അമ്മ വളരെ മനോഹരമായി ശ്രദ്ധാപൂർവം തുന്നിച്ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം റെഡിയായി. ഭക്ഷണം, അത്യാവശ്യം വെള്ളം എല്ലാം റെഡിയായി പോകാൻ ഇറങ്ങി നിൽക്കുന്ന നേരത്ത് അമ്മ മകൻ്റെ ശിരസിൽ കരങ്ങൾ വച്ച് മകനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ ജ്ഞാനിയാകണം, നീ അറിവുള്ളവനാകണം. പക്ഷേ അമ്മ എന്ന നിലയിൽ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനായിട്ടുള്ളൂ. സത്യമേ നീ പറയാവൂ, സത്യമേ നീ പ്രചരിപ്പിക്കാവൂ. അമ്മയ്ക്ക് വേറൊന്നും നിന്നോട് പറയാനായിട്ടില്ല. അമ്മ പറഞ്ഞ വാക്കുകൾ ഈ മകൻ ചങ്കിലേറ്റിക്കൊണ്ട് യാത്രാ സംഘത്തിൻ്റെ കൂടെ ജ്ഞാനിയാകുവാൻ അവൻ ഇറങ്ങി. അങ്ങനെ ഇവരുടെ യാത്ര കുറേ ദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ ഇവരൊരു വനത്തിൽപ്പെട്ടു. അവിടെ ഒരു കൊള്ളസംഘം ഇവരെ പിന്തുടർന്നു. അങ്ങനെ കൊള്ളസംഘത്തിന് മുന്നിൽ നിന്നപ്പോൾ അവർ ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇവൻ സത്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 വെള്ളി നാണയങ്ങളുണ്ട്. ആ കൊള്ളക്കാർക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. ഈ ബാലൻ നുണ പറയുന്നതാണെന്ന് വിചാരിച്ച് ഇവനെ വെറുതെ വിട്ടു. അങ്ങനെ വീണ്ടും യാത്ര മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു കൊള്ളസംഘത്തിൻ്റെ മുൻപിൽ ഇവൻ പെടുകയാണ്. അവർ ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൻ സത്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 വെള്ളി നാണയങ്ങളുണ്ട്. അവർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ അവരിൽ ഒരുത്തൻ ഈ ബാലനെയും കൊണ്ട് അവരുടെ തലവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. തലവൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. 40 വെള്ളി നാണയങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ തലവൻ വീണ്ടും അവനോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 വെള്ളി നാണയം. ഉടനെ ഈ തലവൻ ഇവൻ്റെ വസ്ത്രം വലിച്ചു കീറിക്കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് വെള്ളി നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് അവർ അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളോട് സത്യം പറഞ്ഞത്? അവർ ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളോട് സത്യം പറഞ്ഞത്? നിൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന് എന്താണ് നീ സത്യം പറഞ്ഞത്? ഉടനെ അവൻ പറയുകയാണ്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് സത്യമേ പറയാവുള്ളൂ, സത്യമേ പ്രചരിപ്പിക്കാവുള്ളൂ. എൻ്റെ അമ്മ എനിക്ക് തന്നുവിട്ടതാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞത്. ആ കഥയുടെ പര്യവസാനം ഇപ്രകാരമാണ്. ഈ കൊള്ളസംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും ഈ ബാലനിൽ വിളങ്ങിയിരുന്ന ഈ സത്യസന്ധത കണ്ട് എല്ലാവരും അവരുടെ ഈ കൊള്ളപ്പണികളെല്ലാം ഉപേക്ഷിച്ച് സത്യം ഏതാണെന്നറിയാൻ സത്യത്തിലേക്ക് തിരിയുകയും സത്യം സ്വീകരിക്കുകയും സത്യം പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവിടെ അവസാനിക്കുന്നത്. ഈ കഥ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരു അനുഗ്രഹം നിറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, മരിക്കേണ്ടി വന്നാലും സത്യം കൈവെടിയരുത്. വചനം പറയാണ്, മരിക്കേണ്ടി വന്നാലും സത്യം കൈവെടിയരുത്. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. സത്യം കൈവെടിയരുത്. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ഈ ഒരു സത്യത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ കർത്താവിൻ്റെ ആ ശക്തി നമ്മളിൽ നിറയുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. 16-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യേശു ശിഷ്യരോട് പറയുകയാണ്. അവരുടെ ദുഃഖാവസ്ഥ കണ്ടിട്ട് യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. കാരണം യേശുവില്ലാത്ത ആ ഒരു നിമിഷം, യേശുവില്ലാത്ത ആ ഒരു ദിവസം, യേശുവില്ലാത്ത ആ ഒരു മണിക്കൂർ ദുഃഖമായിരിക്കുമെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഈശോ അവരോട് പറയുന്നത്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്നെ കാണും. ഞാൻ മരിക്കും, പക്ഷേ ഞാൻ ഉത്ഥിതനാകും. ആ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളുടെ ദുഃഖത്തിന് ഞാൻ കാരണമാകുന്നെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനും
ഞാൻ കാരണമായി തീരുമെന്ന് യേശു തൻ്റെ ശിഷ്യരെ പറഞ്ഞ് ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം യേശുവുമായിട്ടുള്ള ഹൃദയപരമായിട്ടുള്ള ബന്ധം അവർക്ക് അത്ര അഗാധമായിരുന്നു. യേശുവില്ലാത്ത ഒരു സാന്നിധ്യം ലോകത്തിന് സന്തോഷമാണെങ്കിൽ ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം യേശുവില്ലാത്ത സാന്നിധ്യം അതീവ ദുഃഖമാണ്. അതുകൊണ്ടാണ് അവരുടെ ആ സങ്കടം കണ്ട് യേശു പറഞ്ഞത്, സങ്കടപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് സഹായകനായിട്ട് എൻ്റെ ആത്മാവിനെ തരാം, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ തരാം, സഹായത്തിനായിട്ട്, കൂട്ടായിട്ട്. നിങ്ങളുടെ ദുഃഖം അങ്ങനെ സന്തോഷമായി മാറുമെന്ന് യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞ് ബലം കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. വാസ്തവത്തിൽ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് കുരിശാണ്. കുരിശില്ലാതെ കിരീടമില്ല, കുരിശില്ലാതെ സന്തോഷമില്ല. യേശു പീഡ സഹിക്കും, കഷ്ടതകളിലൂടെ കടന്നു പോകും, പീഡാനുഭവത്തിലൂടെ കടന്നു പോകും. പക്ഷേ അത് അനുഭവിച്ചേ പറ്റൂ, അതിലൂടെ മാത്രമേ മഹത്വം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യേശു തൻ്റെ ശിഷ്യർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം. ഏതൊരു മനുഷ്യൻ്റെ ജീവിതമെടുത്താലും അവൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സഹനമില്ലാത്ത നിമിഷങ്ങളില്ല. ഏത് കുഞ്ഞുങ്ങളെ മുതൽ മരണക്കിടക്കയിൽ കിടക്കുന്നവരെ വരെ നമ്മൾ പരിശോധിച്ചാലും അവരുടെ ഉള്ളിലും അവരുടെ ജീവിതത്തിലുമുണ്ട് കൊടിയ സഹനങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യാക്കോബിനെ. ദീർഘവർഷക്കാലത്തെ സഹനത്തിന് ശേഷമാണ് യാക്കോബിന് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. മറിച്ചൊരു അനുഭവമായിരുന്നില്ല പൂർവ്വയോസേപ്പിനും. പൂർവ്വയോസേപ്പും അതെ, ഒരുപാട് സഹനങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ, നഷ്ടതകളിലൂടെ എല്ലാം കടന്നുപോയിട്ടാണ് അവസാനം ഈജിപ്തിൻ്റെ അധിപനായിട്ട് അദ്ദേഹത്തെ അവിടെ നിയമിക്കുന്നത്. സഹനമില്ലാതെ ഒരു ജീവിതത്തിനും അതിൻ്റെ മഹത്വപൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്ന് തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുകയാണ്. നമുക്ക് ഉൽപ്പത്തി, പുറപ്പാട് ആ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ നോക്കിയാൽ നമുക്ക് കാണാം, ഒരുപാട് അവർ സഹന നാളുകളിലൂടെ കടന്നുപോയി. അതിനുശേഷമാണ് അവർ കൃപയിലേക്കും അനുഗ്രഹത്തിലേക്കും കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ആ ഒരു സഹന നാളുകളാണ് അവരെ ദൈവത്തിൻ്റെ സ്വന്തം ജനതയാക്കി മാറ്റി തീർക്കുന്നത് എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദുഃഖത്തിൻ്റെ അവസ്ഥയ്ക്ക് ശേഷം കഷ്ടതകളല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് സഹനം അതിൻ്റെ പൂർത്തീകരണത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ആ ആത്മാവിന് ആ ഒരു ദൈവം കൊടുക്കുന്ന മഹത്വം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാനൊരു ആശുപത്രിയിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ആ പ്രാർത്ഥന കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ മുറിയിലുള്ളവർ എന്നെ വിളിച്ചു കയറ്റി, സിസ്റ്ററെ ഞങ്ങൾക്കും കൂടി ഒന്ന് പ്രാർത്ഥിക്കണമേ. അങ്ങനെ ആ മുറിയിൽ ചെന്നപ്പോൾ അവിടെ പനി വന്ന് ശരീരത്തിൻ്റെ ഒരു സൈഡ് മൊത്തം തളർന്നു കിടക്കുന്ന ഒരമ്മച്ചിയെ കണ്ടു. അമ്മച്ചി വളരെ സന്തോഷവതിയായിട്ടാണ് കിടക്കുക. ഒരു 2 ആഴ്ചയായി അവരവിടെ അഡ്മിറ്റാണ്. അപ്പോൾ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇറങ്ങാൻ നേരത്തെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ദൈവം മനസ്സാകുന്നുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം തന്നാൽ മതി സിസ്റ്ററെ, ദൈവം മനസ്സാകുന്നുണ്ടെങ്കിൽ സൗഖ്യം തന്നാൽ മതി, ഇല്ലെങ്കിൽ ഞാനിത് സ്വീകരിച്ചു കൊള്ളാം. ഇത് എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും കൂടുതൽ അനുഗ്രഹമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് നിൽക്കുന്ന അമ്മച്ചിയുടെ മൂത്ത മോളാണ്. അമ്മച്ചിയുടെ വലതു കൈയിൽ പിടിച്ചുകൊണ്ട് ഈ മൂത്ത മോള് പറഞ്ഞു, അല്ലമ്മേ, അമ്മ ഈശോ എഴുന്നേൽപ്പിക്കും. വളരെ പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി മൂത്ത മോള് അമ്മയോട് പറയാ, അല്ലമ്മേ, അമ്മയെ ഈശോ എഴുന്നേൽപ്പിക്കും. എനിവേ അവിടെ കാണാനായിട്ട് സാധിച്ച ഒരു കാര്യം, ദൈവത്തിൻ്റെ ആ ഒരു വഴിയിലൂടെ അങ്ങ് പോകാം. ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് വരുന്ന വഴി ഏതുമായിക്കൊള്ളട്ടെ, ആ വഴി സ്വീകരിക്കാമെന്നുള്ളൊരു മനസ്സോടുകൂടെ ആശുപത്രിയിലായിരിക്കുന്ന ആ ഒരു കുടുംബത്തെ കണ്ടപ്പോൾ വാസ്തവത്തിൽ എൻ്റെ വിശ്വാസം കൂടെ കൂടുതൽ വർദ്ധിച്ച ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അസീസിയും ലിയോ സഹോദരനും കൂടെ ആയിരുന്ന ആ ആശ്രമത്തിൽ കള്ളന്മാർ വന്നു കയറി. അവരുടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് കള്ളന്മാർ പോയി. കള്ളന്മാർ പോയി കഴിഞ്ഞപ്പോൾ അസീസി ആശ്രമത്തിൽ നിന്ന് തുള്ളിച്ചാടുകയാണ്. എങ്ങനെ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഉടനെ ലിയോ സഹോദരൻ ചോദിച്ചു, എന്തേ? ഉടനെ അസീസ് പറഞ്ഞു, എൻ്റെ ആന്തരിക സന്തോഷം അവർക്ക് കട്ടെടുത്തുകൊണ്ട് പോകാൻ പറ്റിയല്ലോ.
എൻ്റെ മറ്റു വസ്തുക്കളെല്ലാം അല്ലേ അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ആത്മാവിൻ്റെ സന്തോഷം, എൻ്റെ ആന്തരിക സന്തോഷം അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു അസീസിയെ നമ്മൾ കാണുകയാണ്. ആന്തരിക സന്തോഷം അത് ഏത് ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുന്നവർക്ക് അനുഭവിക്കാനായിട്ട് ഉള്ള ഒരു കാര്യമാണ്. സഹനത്തിൻ്റെ ആ ഒരു കൃപ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അവിടെ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു കുത്തൊഴുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. നമുക്ക് വളരെ വിലപിടിപ്പുള്ള മുത്തുകളുണ്ടാക്കുന്ന മുത്തുച്ചിപ്പി കടലിൻ്റെ അടിയിൽ കഴിയുന്ന ഒരു ചെറു ജീവിയാണ്. അവരിങ്ങനെ ഇര തേടി വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവരുടെ ശരീരം വളരെ ലോലമാണ്. അപ്പം മണൽത്തരിയിൽ മുട്ടി ശരീരം ഇങ്ങനെ പൊളിയും. ആ സമയത്ത് ഈ മുത്തുച്ചിപ്പ് തന്നെ ഒരു ദ്രാവകം പുറപ്പെടുവിക്കും. ആ ദ്രാവകം കൊണ്ടാണ് ഇത് ഉണങ്ങുക. അപ്പോൾ ചെറിയ ചെറിയ മണൽത്തരിയ്, ഈ ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തങ്ങൾ, ഈ ദ്രാവകം, ഇത് മൂന്നും കൂടെ കൂടി ചേർന്നാണ് ഈ വിലപിടിപ്പുള്ള ഈ മുത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിലപിടിപ്പുള്ള മുത്തുണ്ടാകാൻ വേണ്ടി ഈ മുത്തുച്ചിപ്പി ഒരുപാട് സഹനം ഏറ്റെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതം നല്ല വിലപിടിപ്പുള്ളതായിത്തീരാൻ, കൃപയുള്ളതായിത്തീരാൻ, അഭിഷേകമുള്ളതായിത്തീരാൻ ദൈവം തരുന്ന എല്ലാ സഹനവശങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. യേശു തൻ്റെ ശിഷ്യ സമൂഹത്തോട് പറഞ്ഞതുപോലെ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷമായി തീരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വഴിയാണ്, എന്ന് വെച്ചാൽ സത്യത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്ന അങ്ങയുടെ ദിവവചസ്സുകൾ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ശക്തിയും ബലവുമാകുന്നു. ഞങ്ങളുടെയൊക്കെ ദുഃഖങ്ങൾ സന്തോഷമായി മാറുമെന്ന് അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ഈ ആത്മസന്തോഷം ഞങ്ങളിൽ നിറച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ അനുസരിച്ച് ഈ ദിവസം മുഴുവനും വചനം വിശ്വസിച്ച് വചനമേറ്റു പറഞ്ഞ് കൃപയിൽ വളരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. ആമേൻ.